ആഗോളതലത്തിൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുമ്പോൾ യൂറോപ്പിലെ ഒരു രാജ്യം അതിശക്തവും അതുപോലെ വിപ്ലവകരവുമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. കാര്യം ഇതാണ്, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് ദേശീയ തലത്തിൽ നിരോധനം ഏർപ്പെടുത്താനുള്ള സുപ്രധാന ഉടമ്പടി ഡാനിഷ് സർക്കാർ, ഡെൻമാർക്കിലെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ ഇത്തരം ഒരു പ്രായപരിധി നിശ്ചയിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഡെൻമാർക്ക്. ഈ തീരുമാനം സോഷ്യൽ മീഡിയ ഭീമന്മാർക്ക് ഒരു അന്ത്യശാസനമാണ് നൽകുന്നത്. എന്താണ് ഈ നിയമത്തിന്റെ പശ്ചാത്തലം? ഇത് എങ്ങനെ നടപ്പിലാക്കും? ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാരന്റ് ഡിസ്പെൻസേഷൻ എന്താണ്? പരിശോധിക്കാം. ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് വളരെ ശക്തമായിരുന്നു. മൊബൈൽ ഫോണുകളും സോഷ്യൽ നെറ്റ്വർക്കുകളും നമ്മുടെ കുട്ടികളുടെ ബാല്യം കവർന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ഈ നിയമത്തിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. മാനസികാരോഗ്യ പ്രതിസന്ധി, അതായത് കുട്ടികളിലും കൗമാരക്കാരിലും ഉത്കണ്ഠ, വിഷാദം, ശ്രദ്ധക്കുറവ് എന്നിവ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗമാണ്. അടുത്ത കാരണം എന്ന് പറയുന്നത് അനാവശ്യമായ അല്ലെങ്കിൽ ദോഷകരമായ ഉള്ളടക്കമാണ്. സ്ക്രീനുകളിലൂടെ കുട്ടികൾ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ, സൈബർ ഭീഷണി എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് അടുത്തൊരു ഉദ്ദേശം. ഇനി അടുത്തത് ഏകാന്തത, ലോൺലിനെസ്. 11നും 19നും ഇടയിൽ പ്രായമുള്ള ഡാനിഷ് കുട്ടികൾ 60% ഒഴിവ് സമയങ്ങളിൽ സുഹൃത്തുക്കളെ കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് വീട്ടിൽ ഇരിക്കുന്നതാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അടുത്തത് പ്രായപരിധിയിലെ വീഴ്ചയാണ്. അതായത് 13 വയസ്സിന് താഴെയുള്ള ഡാനിഷ് കുട്ടികളിൽ 94%നും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉണ്ടെന്ന് ഡിജിറ്റലൈസേഷൻ മന്ത്രി കരോലിൻ സ്റ്റേജ് വെളിപ്പെടുത്തി. നിലവിലെ നിയമങ്ങൾ ഫലപ്രദമല്ല എന്നതിന്റെ തെളിവാണിത്. ഈ സാഹചര്യം രക്ഷകർത്താക്കൾക്കോ അധ്യാപകർക്കോ ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു. ഡെൻമാർക്ക് നടപ്പിലാക്കാൻ പോകുന്ന ഈ നിയമം യൂറോപ്പിൽ ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കുകയാണ്. ഇനി ബേസിക് ആയിട്ടുള്ള ബാനിന്റെ രീതി ഇങ്ങനെയാണ്. 15 വയസ്സിന് താഴെയുള്ളവർക്ക് ദോഷകരമായ കണ്ടന്റുകളുള്ള വാണിജ്യ താല്പര്യങ്ങൾക്കും സാധ്യതയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വയം അക്കൗണ്ടുകൾ തുറക്കുന്നതിന് പൂർണ്ണമായ നിരോധനമുണ്ടാകും. ഇനി പാരന്റൽ ഡിസ്പെൻസേഷൻ, രക്ഷകർത്താവിന്റെ അനുമതിയുടെ കാര്യം. അതിങ്ങനെയാണ്. 13നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷകർത്താക്കളുടെ സ്പെസിഫിക് ഓപ്റ്റ് ഇൻ കൺസെന്റ്, അതായത് പ്രത്യേക സമ്മതത്തോടെ ചില പ്ലാറ്റ്ഫോമുകളിൽ പ്രവേശനം അനുവദിക്കാനുള്ള ഇളവുണ്ടാകും. ഇത് ഓരോ കുട്ടിയുടെയും വളർച്ചാ ഘട്ടം വിലയിരുത്തിക്കൊണ്ടായിരിക്കും സാധ്യമാക്കുക. അടുത്തത്, ഈ നിയമം നടപ്പിലാക്കുന്നതിലൂടെ കുട്ടികൾക്ക് കളിക്കാനും വിശ്രമിക്കാനും ആരോഗ്യകരമായി വളരാനും കൂടുതൽ സമയം ലഭിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിയമം എങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇതുവരെ. എങ്കിലും ടെക് ഭീമന്മാർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും ഉണ്ടാകില്ലെന്ന് ഡാനിഷ് സർക്കാർ ഉറപ്പു നൽകുന്നു. പ്രായം തിരിച്ചറിയൽ എന്നൊരു സംശയം ഉണ്ടാവാൻ ഇവിടെ സാധ്യതയുണ്ടല്ലോ. ഡെൻമാർക്കിന് ദേശീയ ഇലക്ട്രോണിക് ID സംവിധാനമുള്ളതിനാൽ ഇതുപയോഗിച്ച് പ്രായം കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഏജ് വെരിഫിക്കേഷൻ ആപ്പുകൾ വികസിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ സർവീസ് ആക്ട് DSA കർശനമായി നിരീക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി അധികമായി 24.4 മില്യൺ യൂറോ, ഏകദേശം 190 കോടിയിലധികം രൂപ ഡെൻമാർക്ക് വകയിരുത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ നിയമം പോലെ ഈ നിയമങ്ങൾ ലംഘിക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ പിഴകൾ ഏർപ്പെടുത്താനും ഡെൻമാർക്ക് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഡെൻമാർക്കിന്റെ ഈ ഒരു നീക്കം ഒറ്റപ്പെട്ടൊരു കാര്യമല്ല. ഓസ്ട്രേലിയ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ നിയമം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഡെൻമാർക്കും ഈ ശക്തമായ നടപടിയിലേക്ക് കടന്നത്. നോർവേ, ഫ്രാൻസ്, UK തുടങ്ങിയ രാജ്യങ്ങളും കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷയ്ക്കായി കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അനിയന്ത്രിതമായ സ്വാധീനത്തെ എങ്ങനെ നേരിടുന്നു എന്നതിൽ ഡെൻമാർക്ക് ഒരു റോൾ മോഡൽ ആവുകയാണ്. കുട്ടികളുടെ ശ്രദ്ധയും സമയവും മോഷ്ടിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ബിസിനസ് മോഡലിനെതിരെ ഡെൻമാർക്ക് ഉയർത്തിയ ഈ വെല്ലുവിളി ലോകമെമ്പാടുമുള്ള രക്ഷകർത്താക്കൾക്കും അതുപോലെ സർക്കാരുകൾക്കും ഒരു തിരിച്ചറിവാകുമോ? കാലം ഉത്തരം നൽകും.